നമുക്ക് കുറച്ച് നെയിംഡ് റിയാക്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. അതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് നെയിംഡ് റിയാക്ഷൻസേ തന്നിട്ടുള്ളൂ. ഈ നെയിംഡ് റിയാക്ഷൻസ് കുറച്ച് ആൽഡിഹൈഡ്സിൻ്റെ ആണ്, കുറച്ച് ആൽക്കഹോൾസിലാണ്, അങ്ങനെ മിക്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓരോ റിയാക്ഷനും അതിൻ്റെ പേര്, അതിലെന്താണ് റിയേജൻറ്റ്, പ്രോഡക്റ്റ് എന്താണ്, ആൻഡ് അതിൽ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റുകളുണ്ടെങ്കിൽ അതെന്താണ്, അത് കറക്റ്റായിട്ട് ഓർമ്മ വേണം. അത് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തെറ്റിയാലും ആ റിയാക്ഷൻ ആ നെയിംഡ് റിയാക്ഷൻ അല്ലായിരിക്കും അത്. സോ നെയിംഡ് റിയാക്ഷൻസ് കൃത്യമായിട്ട് പഠിക്കുക. ഫസ്റ്റ് ഗട്ടർമാൻ ആൽഡിഹൈഡ് സിന്തസിസ്. ആൽഡിഹൈഡ് സിന്തസിസ് ആയതുകൊണ്ട് ആൽഡിഹൈഡിനെ സിന്തസൈസ് ചെയ്യുന്ന ഒരു റിയാക്ഷനാണ് ഗട്ടർമാൻ ആൽഡിഹൈഡ് ആയാലും ഗട്ടർമാൻ കോച്ച് ആയാലും. ഓക്കെ, സോ ഗട്ടർമാൻ ആൽഡിഹൈഡിൽ എന്താണ് നടക്കുന്നത്? ബെൻസീൻ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ സയനൈഡും ഹൈഡ്രജൻ ക്ലോറൈഡും അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ബെൻസ് ആൽഡിഹൈഡ് കിട്ടുന്നു, ആരോമാറ്റിക് ആൽഡിഹൈഡ് കിട്ടുന്നു. ബെൻസ് ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോമാറ്റിക് റിങ്ങിൽ CHO ഗ്രൂപ്പ് വരുന്നതാണ് ബെൻസ് ആൽഡിഹൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ആദ്യം എങ്ങനെയാണ് ഈ റിയാക്ഷൻ പോകുന്നത്? ഇതാണ് ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഹൈഡ്രജൻ സയനൈഡും HCl-ഉം കൂടി ആദ്യമേ റിയാക്ട് ചെയ്യും അലൂമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ. സോ ഇവിടെ നിന്ന് ഈ H മാറിയിട്ട് HCl-ൻ്റെ Cl ആണെങ്കിൽ ഇതിലോട് വന്ന് അറ്റാച്ച്ഡ് ആവും. സോ Cl CH ഡബിൾ ബോണ്ട് NH എന്ന് പറഞ്ഞാൽ ഇത് ഇവിടുന്ന് ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് H+ ആകുന്നു, CN- ആകുന്നു. ഓക്കെ, ഇവിടുത്തെ ഡബിൾ ബോണ്ട് റെഡ്യൂസ്, ഇപ്പോൾ ഇത് C ട്രിപ്പിൾ ബോണ്ട് N അല്ലേ. സോ നമുക്ക് ഒരു ഹൈഡ്രജൻ HCl-ൻ്റെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, H+ ആയിട്ട് പോയ ഒരു ഹൈഡ്രജൻ ഉണ്ട്, 2 ഹൈഡ്രജൻ ഉണ്ട്. സോ ഈ ഡബിൾ ബോണ്ട് റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് CH ഡബിൾ ബോണ്ട് NH 2 ഹൈഡ്രജൻ അപ്പുറവും ഇപ്പുറവും കയറുമ്പോൾ ട്രിപ്പിൾ ബോണ്ട് റെഡ്യൂസ് ആയിട്ട് ഡബിൾ ബോണ്ടായി മാറും. അതാണ് ഇവിടെ. ദെൻ ഒരു Cl-ഉം കൂടി വരും. അതാണ് ഇതെന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ എന്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത്? ബെൻസീൻ വെച്ചിട്ട് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബെൻസീന് പ്ലസ് Cl CH ഡബിൾ ബോണ്ട് NH അലുമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ ഫിനൈൽ ഇമീനായിട്ട് മാറും. ഓക്കെ, CH ഡബിൾ ബോണ്ട് NH എന്ന് പറയുന്ന ഗ്രൂപ്പ് ബെൻസീൻ റിങ്ങിലേക്ക് കയറും. അതാണ് ഫിനൈൽ ഇമീൻ എന്ന് പറയുന്നത്. ദെൻ വാട്ടറുമായിട്ട് ഹൈഡ്രലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ബെൻസ് ആൽഡിഹൈഡ് കിട്ടും, CHO ഇത് കിട്ടും. ഓക്കെ, ഇതാണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. ഗട്ടർമാൻ കോച്ച് റിയാക്ഷനിലെ വ്യത്യാസം എന്ന് പറയുന്നത് ബെൻസീൻ തന്നെയാണ് നമ്മൾ റിയേജൻ്റ് എടുക്കുന്നത്, റിയാക്റ്റൻ്റ് എടുക്കുന്നത്. ബെൻസ് ആൽഡിഹൈഡ് തന്നെയാണ് പ്രോഡക്റ്റ് കിട്ടുന്നത്. പക്ഷേ അവിടെ റിയേജൻസ് വ്യത്യാസമുണ്ട്. ട്രീറ്റ്മെൻറ്റ് വിത്ത് കാർബൺ മോണോക്സൈഡ് ആൻഡ് HCl ഇൻ ദ പ്രസൻസ് ഓഫ് അലൂമിനിയം ക്ലോറൈഡ് ആണ്. ഇവിടെ ഹൈഡ്രജൻ സയനൈഡ് HCl അലൂമിനിയം ക്ലോറൈഡ് ആണെങ്കിൽ, അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ആണെങ്കിൽ, ഇവിടെ കാർബൺ മോണോക്സൈഡ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് HCl ആണ്. അതേ ഉള്ളൂ ഇതിനകത്ത് വ്യത്യാസം എന്ന് പറയുന്നത്. സോ ഗട്ടർമാൻ ആൽഡിഹൈഡ് സിന്തസിസും ഗട്ടർമാൻ കോച്ച് റിയാക്ഷനും. ഓക്കെ, നെക്സ്റ്റ് റിയാക്ഷൻ ആണ് മെർവിൻ പോണ്ടോഫ് വേർലി റിഡക്ഷൻ വിത്ത് അലൂമിനിയം ഐസോപ്രോപ്പോക്സൈഡ്. അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ആൽഡിഹൈഡ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഡിഹൈഡ്സ് അല്ലെങ്കിൽ കീറ്റോൺസ് ആൽക്കഹോൾസ് ആയിട്ട് റെഡ്യൂസ് ആകുന്നു. ഓക്കെ, ആൻഡ് ഇതിന് കുറേ അധികം ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും കുറേ മെത്തേഡ്സ് വഴി നമുക്ക് ആൽക്കഹോൾസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ മെത്തേഡ്സ് ഉണ്ട്, കുറേ റിയേജൻസ് വെച്ചിട്ട് നമുക്ക് പറ്റും. പക്ഷേ സൊല്യൂഷൻ ഓഫ് അലൂമിനിയം ഐസോപ്രോപ്പോക്സൈഡ് ഇൻ ഐസോപ്രോപ്പനോൾ എന്ന് പറയുന്ന റിയേജൻറ്റ് വെച്ചിട്ട് നമ്മൾ ആൽഡിഹൈഡ്സിനെ കീറ്റോൺസിനെ റെഡ്യൂസ് ടു ആൽക്കഹോൾസ് ആക്കുന്ന റിയാക്ഷനെയാണ് നമ്മൾ മെർവിൻ പോണ്ടോഫ് വേർലി റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ആൻഡ് ഇതിൻ്റെ റിവേഴ്സ് റിയാക്ഷൻ ആയിട്ടാണ് നമ്മൾ ഓപ്പൺഹീമർ ഓക്സിഡേഷൻ പഠിക്കുന്നത്. പക്ഷെ അത് നിങ്ങൾക്ക് ആ റിയാക്ഷൻ നിങ്ങൾക്ക് പഠിക്കാനില്ല. ഓക്കെ, സോ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ
സോ ഫസ്റ്റ് ആൾഡിഹൈഡ് CH3CHO, അതൊരു ആൾഡിഹൈഡ് ആണല്ലോ. സോ എന്താണ് അലൂമിനിയം ഐസോപ്രൊപ്പോക്സൈഡ് ഇൻ ഐസോപ്രൊപ്പനോൾ. ഇതാണ് ഐസോപ്രൊപ്പനോൾ എന്ന് പറയുന്നത്. CH3 CHOH, ഇതാണ് അലൂമിനിയം ഐസോപ്രൊപ്പോക്സൈഡ് എന്ന് പറയുന്ന റിയേജൻറ്റ്. അത് അതുപോലെ പഠിച്ചു വെക്കുക. ആൻഡ് നമുക്ക് CH3 ഇവിടെയാണ് റിഡക്ഷൻ വരുന്നത്, അവിടെ OH ആയിട്ട് മാറും. CH3CH2CH2OH ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഒരു CH2 എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് കയറുന്നു. ഓക്കെ, ഇപ്പോൾ കീറ്റോൺ ആണെങ്കിൽ ഇത് കീറ്റോൺ അല്ലേ, CH3CO CH2CH3. ഓക്കെ, ഇവിടെ എന്തു സംഭവിക്കുന്നു, CH3CH2 ഇവിടെ ഇതിന് മുന്നേ ഒരു CH2 കയറിയിട്ട് സിയോട് അവിടെ എന്ത് ചെയ്യുന്നു, CHOH ആയിട്ട് മാറുന്നു, ദെൻ CH3. അത് എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, കാരണം നിങ്ങൾക്ക് അതിൻ്റെ മെക്കാനിസം തന്നിട്ടില്ല, അതുകൊണ്ട്. ഓക്കെ, ഇപ്പോൾ CH3CHOH CH2CH3 എഴുതിയാലും കുഴപ്പമില്ല. ഒരു CH2 അഡീഷണൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ റിയാക്ഷൻ കഴിയുമ്പോൾ കയറുന്നു. ഓക്കെ, നെക്സ്റ്റ് റിയാക്ഷൻ ആണ് സാൻഡ്മെയർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഡയസോണിയം സോൾട്ടിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു റിയാക്ഷനാണ്. ഡയസോണിയം സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ബെൻസീൻ റിങ്ങിൽ N2+Cl- വരും. Cl- X- ജനറലൈസ് ചെയ്ത് പറയുവാണ് X-, അതാണ് N2+X- വരുന്ന ഇതിനെയാണ് നമ്മൾ ഡയസോണിയം സോൾട്ട് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ കുപ്രസ് ഹാലൈഡ് വെച്ചിട്ട് കറസ്പോണ്ടിങ് ഹാലജൻ ആസിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ആ ഡയസോ ഗ്രൂപ്പ് എന്താണ്, N=N, അതാണ് ഡയസോ ഗ്രൂപ്പ്, ഈ N2. ഓക്കെ, അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഹാലജൻ വരികയും ആൻഡ് അറൈൽ ഹാലൈഡ് നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പ് മൊത്തത്തോടെ നമുക്ക് പോയിട്ട് ഈ ഹാലജൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ടായി നമുക്ക് അറൈൽ ഹാലൈഡ് കിട്ടും. ഓക്കെ, അതാണ് സാൻഡ്മെയർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, എന്താണ്, ഇതൊരു ജനറൽ റിയാക്ഷനാണ്. N2+X- CuCl ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ Cuയും Xും കൂടി പോകും, N2+ ആയിട്ട് പോകും, ആൻഡ് Cl വന്നിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് ക്ലോറോബെൻസീൻ എന്താണ്, അറൈൽ ഹാലൈഡ് കിട്ടും. സെയിം കേസാണ് ബ്രോമിൻ്റെ കേസിലും. ബ്രോമിൻ വന്ന് ഇവിടേക്ക് അറ്റാച്ച്ഡ് ആവും, ബാക്കിയെല്ലാം അതിൽ നിന്ന് പോകും. സോ അതിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത്, മെക്കാനിസം എന്ന് പറയുന്നത്, പോസിബിൾ മെക്കാനിസം ഇതാണ് പറയുന്നത്. ഓക്കെ, കുപ്രസ് ക്ലോറൈഡ് ഈസ് ആക്ച്വലി CuCl2- ആണ്, പക്ഷെ നമ്മൾ ഇങ്ങനെയാണ് അതിനെ എടുക്കുന്നത്. ഓക്കെ, നോക്കിയേ, CuCl+Cl- ആദ്യം റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ CuCl2- ആകുന്നു. ഓക്കെ, ഇനി ArN2+, ഈ അരോമാറ്റിക് റിങ്ങിനെയാണ് നമ്മൾ AR എന്ന് പറഞ്ഞു എഴുതുന്നത്. ArN2+ഉം ഈ ഒരു സാധനമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ്, CuCl-. ഓക്കെ, ഒരു കോപ്പറും 2 Cl2, 2 ക്ലോറിനും. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, ആരോമാറ്റിക് റിങ്, ഇതിന് ഇലക്ട്രോൺ സപ്ലൈ ചെയ്യുന്നത്. സോ ഓക്കെ, ഇതൊരു ഫ്രീ റാഡിക്കൽ മെക്കാനിസമാണ്. അപ്പോൾ ഇവിടെ നിന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇവിടെ നിന്ന് N2 ആയിട്ട് പോകും. ഓക്കെ, ഒരു എന്താണ്, അരോമാറ്റിക് റിങ് ഫ്രീ റാഡിക്കലായിട്ട് മാറും. AR ഡോട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രീ റാഡിക്കൽ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഈ പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ അത് കാർബോക്കേറ്റോൺ, മൈനസ് ഇട്ട് കഴിഞ്ഞാൽ കാർബാനയോൺ, അതുപോലെ കുത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫ്രീ റാഡിക്കൽ ആണ് അതെന്നാണ്. ഓക്കെ, സോ ഇവിടുന്ന് ഇലക്ട്രോൺ, അത് ആ ഫ്രീ റാഡിക്കൽ ആവാനായിട്ട് ഇലക്ട്രോൺ കൊടുത്തത് ആരാണ്, ഈ Cl ആണ് അതിന് ഇലക്ട്രോൺ കൊടുത്തത്. ഓക്കെ, അതാണ് ഇവിടുത്തെ കണ്ടോ, ഇവിടെ എഴുതിയപ്പോഴത്തേക്ക് മൈനസ് ചാർജ് പോയില്ലേ, ആ ഇലക്ട്രോൺ നമ്മുടെ ആരോമാറ്റിക് റിങ്ങിന് കൊടുത്തു അവർ. സോ ആ ഫ്രീ റാഡിക്കൽ ആയിട്ടുള്ള ആരോമാറ്റിക് റിങ്ങും അടുത്ത ഇതിൽ കിട്ടിയ പ്രോഡക്റ്റ് ClCuCl-ഉം ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യുന്നു, ArCl എന്ന് പറഞ്ഞാൽ അറൈൽ ഹാലൈഡ് ഫോം ചെയ്യുന്നു. CuCl നമുക്ക് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. ഓക്കെ, അതാണ് നമ്മുടെ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ഇൻ ദിസ് ഫ്രീ റാഡിക്കൽ മെക്കാനിസം കുപ്രസ് ക്ലോറൈഡ് ആക്ട്സ് ആസ് എ കാറ്റലിസ്റ്റ്. ഇറ്റ് പ്രൊവൈഡ് ദി ഇലക്ട്രോൺ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഫിനൈൽ ഫ്രീ റാഡിക്കൽ. ഈ ഫിനൈൽ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യാനായിട്ടുള്ള ആ ഇലക്ട്രോൺ സപ്ലൈ ചെയ്യുന്ന ആരാണ്, ഈ കുപ്രസ് ക്ലോറൈഡ് ആണ്. ഓക്കെ,
ഇനി ബെൻസീൻ, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ എന്ന് പറഞ്ഞാൽ എന്താണ്, C6H5 ബെൻസീൻ റിങ്ങിൽ N2+Cl- വരുന്നതാണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. C6H5 N2+Cl. ഓക്കെ, അതിനെ കുപ്രസ് ക്ലോറൈഡ് വെച്ച് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ദ പ്രസൻസ് ഓഫ് HCl നമുക്ക് എന്ത് ചെയ്യുന്നു, HCl ഇവിടെ വന്ന് അറ്റാച്ച്ഡ് ആവുന്നു. സോ C6H5 HCl + N2. ഇനി കുപ്രസ് ബ്രോമൈഡും HBr വെച്ചിട്ടാണെങ്കിൽ ഈ Br വന്നിട്ട് ഇവിടെ അറ്റാച്ച്ഡ് ആവുന്നു. സോ നമുക്ക് എന്ത് കിട്ടും, C6H5 എന്താണ് ബ്രോമോ ബെൻസീൻ കിട്ടും. C6H5 Br + N2. എളുപ്പമുള്ള റിയാക്ഷനാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് പെർക്കിൻസ് റിയാക്ഷൻ. പെർക്കിൻസ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോമാറ്റിക് ആൽഡിഹൈഡ് ആലിഫാറ്റിക് ആസിഡിൻ്റെ അൺഹൈഡ്രൈഡ് ആ ആസിഡിൻ്റെ തന്നെ സോഡിയം സോൾട്ടുമായിട്ട് റിയാക്ട് ചെയ്ത് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആസിഡ് ഫോം ചെയ്യുന്നു. അപ്പം ചിലപ്പോൾ ചോദിക്കുക, ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആസിഡ്സ് ഫോം ചെയ്യാനുള്ള റിയാക്ഷൻ ഏതാണ്, ഉണ്ടാക്കാനുള്ള സിന്തസൈസ് ചെയ്യാനുള്ള റിയാക്ഷൻ ഏതാന്ന് പറഞ്ഞാൽ പെർക്കിൻസ് റിയാക്ഷൻ ആണ്. ആരോമാറ്റിക് ആൽഡിഹൈഡ്, ഓക്കെ, അൺഹൈഡ്രൈഡ് ഓഫ് ആലിഫാറ്റിക് ആസിഡ്. എങ്ങനെയാണ് ആലിഫാറ്റിക് ആസിഡിൻ്റെ അൺഹൈഡ്രൈഡ് ഫോം ചെയ്യുന്നത്? ഒരു ആലിഫാറ്റിക് ആസിഡ് എടുക്കുവാണ്, CH3COOH. ഓക്കെ, അടുത്ത ആലിഫാറ്റിക് ആസിഡ് എടുക്കുവാണ്, CH3COOH. ഇവിടെ നിന്ന് ഒരു മോളിക്യൂൾ വാട്ടർ പോകും. ഞാനിത് നേരത്തെയും പറഞ്ഞിട്ടുള്ളതാ, CH3CO, CH3CO. ഇതാണ് ഈ ഗ്രൂപ്പാണ് അൺഹൈഡ്രൈഡ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്ത്, കാരണം ഈ ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഇല്ലേ, ഈ CH3CO, അത് 2 തവണയുണ്ട്, അതുകൊണ്ടാണ് അത് ട്വൈസ് O എന്ന് എഴുതിയേക്കുന്നത്. ആൻഡ് ദെൻ അതേ ആസിഡിൻ്റെ സോഡിയം സോൾട്ട് എന്ന് പറയുമ്പം അസറ്റിക് ആസിഡിൻ്റെ സോഡിയം സോൾട്ട് CH3COONA. ഓക്കെ, C6H5CHO ആണ് നമ്മുടെ ബെൻസ് ആൽഡിഹൈഡ്, ആരോമാറ്റിക് ആൽഡിഹൈഡ് എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് കിട്ടുന്നത്, ഇവിടെ ആസിഡാണ് കിട്ടുന്നത്. അത് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആസിഡാണ്. ഇത് ആസിഡാണ്, COH വന്നാൽ ആസിഡാണല്ലോ ഫങ്ഷണൽ ഗ്രൂപ്പ്. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആൽഫ പൊസിഷനിലും ബീറ്റ പൊസിഷനിലെ കാർബൺ ആറ്റവും തമ്മിൽ അൺസാച്ചുറേഷൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടായിരിക്കും. ഒരു ഡബിൾ ബോണ്ടാണ്. അപ്പോൾ അതാണ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആസിഡ്. ആൻഡ് ഈ പെർട്ടിക്കുലർ ആസിഡ് ഇവിടെ പ്രിപ്പയർ ചെയ്ത ആസിഡാണ് സിനമിക് ആസിഡ് എന്ന് പറയുന്നത്. സിനമിക് ആസിഡിൻ്റെ ഒരു എന്താണ് സിന്തസിസ് റിയാക്ഷൻ തന്നെയാണ് പെർക്കിൻസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ എല്ലാ റിയാക്ഷൻസും നോക്കുക, പറഞ്ഞ അത്രയും റിയാക്ഷൻസ് നോക്കുക, റിയാക്ഷൻസ് എഴുതി തന്നെ പഠിക്കുക.